ക്ഷേത്ര നഗരം എന്ന പേരിന് ഏറ്റവും അനുയോജ്യമായ ഒരു നഗരം അതാണ് കുംഭകോണം. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് കുംഭകോണം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 188 ക്ഷേത്രങ്ങളാണ് കുംഭകോണം നഗരപരിധിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമപ്രദേശത്തെ ക്ഷേത്രങ്ങൾ ഏതാണ്ട് അത്ര തന്നെ വരും. അതിനാൽ തന്നെയാണ് കുംഭകോണം ക്ഷേത്ര നഗരം എന്ന് അറിയപ്പെടുന്നതും. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ക്ഷേത്രമാണ് ശ്രീ സോമേശ്വര ക്ഷേത്രം. കുംഭകോണം നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാവേരി നദിക്കരയിലെ 28ാമത്തെ ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂവായ ശ്രീ മഹാദേവൻ സോമേശ്വരൻ എന്ന് അറിയപ്പെടുന്നു. മഹാദേവന്റെ കൂടെ ശ്രീ പാർവതി ദേവിയും കുടികൊള്ളുന്നു. ദേവി സോമേശ്വരി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു യുഗാന്തരത്തിൽ പ്രളയം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലെ എല്ലാ പുണ്യസ്ഥലങ്ങളിലെയും മണ്ണ് ശേഖരിച്ച് അത് അമൃതിൽ കുഴച്ച് ഒരു കുംഭമുണ്ടാക്കുകയും അതിൽ അമൃതം നിറച്ച് സൃഷ്ടിബീജം അതിൽ നിക്ഷേപിച്ച് മേരു പർവ്വതത്തിൻ്റെ മുകളിൽ സൂക്ഷിക്കുകയും ചെയ്തു. മേരു പർവ്വതത്തോടൊപ്പം എത്തിയ പ്രളയജലത്തിൽ തെക്ക് ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ആ കുംഭം ജലം താഴ്ന്ന് ഭൂമിയിൽ തങ്ങി നിന്ന സ്ഥലമാണത്രേ കുംഭകോണം. ഈ ക്ഷേത്രത്തിന് സോമേശ്വര ക്ഷേത്രമെന്ന് പേര് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പണ്ട് ചന്ദ്രന് ബൃഹസ്പതിയിൽ നിന്ന് ഒരു ശാപം കിട്ടുകയും ആ ശാപമോക്ഷത്തിനായി ഇവിടെ വന്ന് ശിവനെ ആരാധിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ സോമനാൽ ആരാധിക്കപ്പെട്ട സ്ഥലം സോമേശ്വരമായി എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ മലീശ്വരൻ, കല്യാണ സുന്ദര വിനായകൻ, അറുമുഖൻ, വള്ളി, ഗജലക്ഷ്മി, നടരാജൻ എന്നീ ഉപദേവതകളുമുണ്ട്. 11 തിങ്കളാഴ്ചകൾ അടുപ്പിച്ച് കല്യാണ വിനായകനെ പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് 5 ഗോപുരങ്ങളുണ്ട്. അതിനപ്പുറം കൊടിമരവും നന്ദിയുമുണ്ട്. ഗോപുരം കടന്നു ചെല്ലുമ്പോൾ കാണുന്ന 3 നിലകളുള്ള ശ്രീകോവിലാണ് പ്രധാന പ്രതിഷ്ഠയായ ശിവൻ കുടികൊള്ളുന്നത്. ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ദേവിയും കുടികൊള്ളുന്നു. തമിഴ് വാസ്തുവിദ്യാൻ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഏതാണ്ട് 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 1964 ഈ ക്ഷേത്രത്തിലെ 100 ഭക്തർ ചേർന്ന് ഒരു വ്യത്യസ്തമായ വഴിപാട് സമർപ്പിച്ചു. ഓരോരുത്തരും 1 ലക്ഷം വീതം പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ എന്നെഴുതിയ 1 കോടി പഞ്ചാക്ഷരി മന്ത്രം ദേവന് സമർപ്പിച്ചു. അന്ന് അവർ സമർപ്പിച്ച കുറിപ്പുകളെല്ലാം ഒരു പെട്ടിയിലാക്കി ഈ ക്ഷേത്രത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മഹാശിവരാത്രിയാണ്. കൂടാതെ 12 വർഷത്തിലൊരിക്കൽ കുംഭകോണത്ത് നടക്കാറുള്ള മഹാമഹം എന്ന ഉത്സവത്തിൽ പങ്കെടുക്കുന്ന 12 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കുംഭകോണം എന്ന ക്ഷേത്ര നഗരത്തിലെ സോമേശ്വര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ഷേത്രവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.